കഴിഞ്ഞാൽ ഈ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമല്ല, സാമൂഹ്യ നീതി ലഭ്യമാകും. ഇപ്പം എന്താ സംഭവിക്കണം? ഈ വൈശ്യന്മാരിവിടെ ഭരിക്കണം. എന്നാലും നോക്ക്, വൈശ്യന്മാരാണ് കാശുണ്ടാക്കണം. അഡാനി, അംബാനി, പിന്നെ മോദി. ഈ മോദി ആരും അങ്ങനെ OBC ഒന്നും അല്ല, അത് വെറും തട്ടിപ്പാണ്. അദ്ദേഹം ഈ പറഞ്ഞ വൈശ്യ സമൂഹത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ EMS സമൂഹത്തിൽ വന്നിട്ട് ഞാൻ OBC ആണെന്ന് പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രിയായപ്പോൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അതാവുമോ? പറ. ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എനിക്ക് ഞങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് പാർട്ടി നമ്മുടെ ആൾക്കാരുണ്ട്. ആരാണ്? ജാതി സംഘടനക്കാർ. അവരൊരു കാര്യം ഒന്ന് മനസ്സിലാക്ക്. നിങ്ങൾ ഈ ജാതി സംഘടന ഉണ്ടാക്കി നശിക്കല്ലേ. കം ടുഗദർ, സീ യുവർ ഐഡന്റിറ്റി. യു ആർ നോട്ട് ഈ പറഞ്ഞത്, യു ആർ ദ ഒറിജിനൽ പീപ്പിൾ ഓഫ് ദിസ് ലാൻഡ്. ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ വിദേശികളാണ്. ആരെപ്പോലെ? മുഗളന്മാരെ പോലെയും ബ്രിട്ടീഷുകാരെ പോലെയും മറ്റുള്ളവരെ പോലെയും ഒക്കെ വിദേശികളാണ് ഈ പറഞ്ഞ സനാതന ധർമ്മം കൊണ്ടുവന്ന ആൾക്കാർ. പറഞ്ഞില്ല, സനാതനത്തിൻ്റെ ഭാഷ ഏതാണ്? സംസ്കൃതം. ആർക്കെങ്കിലും സംസ്കൃത ഭാഷ സംസാരിക്കാൻ അറിയാമോ? ആകെ എത്ര പേരെ? ഇപ്പം നമുക്ക് എല്ലാ ഭാഷകൾക്കും അവരുടേതായ ഇതുണ്ട്. ഇപ്പം കേരളീയർ 4-5 കോടിയുണ്ട്, മറ്റവർ അത്രയും കോടിയുണ്ട്, ഇവർ ഇത്രയും കോടിയുണ്ട്. എത്ര കോടിയാണ് ഈ പറഞ്ഞ സംസ്കൃത ഭാഷ, ഈ നമ്മുടെ സ്വന്തം ഭാഷയായ സനാതന ധർമ്മത്തിൻ്റെ ഭാഷ സംസ്കൃതം എത്ര പേരുണ്ട്? പറ. 2 കൊല്ലം മുമ്പ് ഞാൻ കണ്ട ഒരു ഇതാണെങ്കിൽ 24,000 സംതിങ് ആണ് ആകെ സംസ്കൃതം മാതൃഭാഷയായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ. അന്നത്തെ കാലത്ത് സൈന്ധവർ സംസാരിച്ചപ്പോൾ അവിടെ ഈ സാമാന്യം സംസാരിക്കാറില്ല. അവർ ഈ ഭാഷ ഉണ്ടാക്കിയെന്നാൽ നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വായിക്കരുത്, അതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശൂദ്രന് ഇത് ഈ ദൈവത്തിൻ്റെ അവരുടെ മന്ത്രം കേട്ട് കഴിഞ്ഞാൽ കേൾക്കാതിരിക്കാൻ എന്താണ് ചെവിയിൽ ഒഴിക്കണമെന്ന് പറഞ്ഞുണ്ടാക്കിയ അതാണ് ഈ സനാതന ധർമ്മം. അതുകൊണ്ട് ഇപ്പം നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ തന്നെ മേടിച്ചാണ്. നേരത്തെ പറഞ്ഞ ഒരു ഭഗത് സിംഗും നമ്മൾ ഈ സത്യാഗ്രഹവും അതൊക്കെ ചെയ്തതിന് വേണ്ടിയാണ്. അതിൻ്റെ കാരണക്കാർ ഈ പറഞ്ഞ സനാതന ധർമ്മമൊന്നും അല്ല, ബ്രിട്ടീഷുകാരും നൽകിയ വിദ്യാഭ്യാസമാണ്. നിങ്ങൾ ആലോചിക്കണം, ആ ബ്രിട്ടീഷുകാരെ എങ്ങനെ ഈ പറഞ്ഞ വലിയ രാജ്യത്ത് കീഴടക്കിയെന്ന് പറ. ബ്രിട്ടീഷുകാർ എത്രയുണ്ട് എല്ലാം കൂടി ചേർന്നാൽ പറ. അവരെവിടെ നിന്ന് വന്നിട്ടാണ് ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കീഴടക്കിയത്? എന്തുകൊണ്ട് ഇങ്ങനെ കീഴടക്കാൻ പറ്റി? കാര്യം നമ്മൾ സൈന്ധവർ ഉറക്കത്തിലാണ് ഭൂരിഭാഗം. ബാക്കിയുള്ളത് ആരാണ്? ഈ പറഞ്ഞ സനാതന ധർമ്മികൾ ചെയ്യുന്ന തട്ടിപ്പുകളാണ്. ആ തട്ടിപ്പുകൾ നമ്മുടെ അടുത്ത് കയറിയതുപോലെ ബ്രിട്ടീഷുകാരുടെ അടുത്ത് കയറിയില്ല. അവരതിലേക്ക് വലിയ തട്ടിപ്പെടുത്തി അവർ ഇന്ത്യ കംപ്ലീറ്റ് ഈസി ആയിട്ട് പിടിച്ചെടുത്തു. പിന്നെന്താ? ജനം ഉണർന്നു. അത് ഉണർത്തിയത് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞ ഇത് സായിപ്പാണ്. കാര്യം എന്താണ്? ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് അലൻ ഒക്ടേവിയൻ എന്ന് പറഞ്ഞ ഒരാൾ സായിപ്പാണ്. അതുകൊണ്ട് നമുക്ക് ബോധവൽക്കാരം ഉണ്ടായി. ഈ പറഞ്ഞ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചതുകൊണ്ട് അവർ തിരിച്ചു വന്നപ്പോഴാണ് ഈ പറഞ്ഞ റിഫർമേഷനും അതും ഇതിനെ പറ്റി ചർച്ച ചെയ്തത്. അതുവരെ ഈ പറഞ്ഞ മതം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇതിൻ്റെ പറയുകയാണ്. മനസ്സിലായി? അത്രയുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം. യു ജസ്റ്റ് തിങ്ക് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻ. ഇപ്പം ഇവർ ഈ മതത്തിൻ്റെ പേര് തിരിച്ച് ചോദിക്കും. ഈ പറഞ്ഞ പോലെ ശ്രീരാമൻ്റെ പേര് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇത് ആക്ഷേപിച്ചിട്ട് പറയണമല്ല. ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇതാണ്. ഒരുപാട് കഥകൾ എല്ലായിടത്തും ഉണ്ട്. അത് വിശ്വസിച്ചാലാ. ഇപ്പം തകഴി ഉണ്ടാക്കിയ ഒരു ചെമ്മീൻ സിനിമയുണ്ട്, അല്ല ചെമ്മീൻ കഥ നോവലുണ്ട്. ആ ചെമ്മീൻ കുവളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനെ കറുത്തമ്മയൊക്കെ നമ്മൾ ഇതായിട്ട് സത്യമാണെന്ന് വിചാരിച്ച് നടന്നാലാ. അത് കഥകളാണ്. അത് എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ ഗ്രീസിൽ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ രാമായണം പോലെയുള്ള കഥകളാണ്. അതൊക്കെ ആ ദൈവം, അവരുടെ ദൈവം ജൂപ്പിറ്റർ, മറ്റേത് മറിച്ചത്. ഇപ്പം ആ ജൂപ്പിറ്റർ കീപ്പിറ്റർ ആരെങ്കിലും ഇവിടെ പറയാറുണ്ട്? പറ. ഇപ്പം ഈ പറഞ്ഞ് നിൽക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതെല്ലാം സത്യമായ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും അനലൈസ് ചെയ്ത് കാര്യം. ആൾക്കാർ പറഞ്ഞതെന്നും പറഞ്ഞു 100,000 കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് കള്ളം സത്യമാവില്ല. അതുകൊണ്ട് ദിസ് ഇസ് ടൈം, വേക്കപ്പ്, ഉണരുക. ഈ പറഞ്ഞത് നമ്മുടെ കയ്യിലാണ്, നമ്മുടെ തിങ്കിങ് ആണ്. നമ്മൾ മെജോറിറ്റിയാണ്. പറയാം 85% ഇന്ത്യൻ പോപ്പുലേഷൻ ബിലോങ് ടു SC, ST, OBC. കം ടുഗദർ, ലെറ്റ് us form a political party and social organization and restructuring our thought system. Let us win and live happily. നമുക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും. അതായത് ഇത് അല്ലാതെ ഈ പറഞ്ഞാൽ വാക്കുകൊണ്ടൊന്നും പറയുന്നതല്ല. അതുകൊണ്ട് വേക്കപ്പ്. ഇതാക്കി നോക്കണ്ട. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഇത് അവിടെ വരാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ ഫോം ദിസ് തിങ്. എന്തെങ്കിലും ഈ കാര്യത്തെപ്പറ്റി ഡൗട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ത്രൂ മൈ കമ്മ്യൂണിക്കേഷൻ ചാനൽ.
അപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള മാഗസിൻ ഞങ്ങൾക്ക് റെഗുലറായിട്ട് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കും. ആ മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. നിങ്ങളുടെ ആൾക്കാരോട് കാര്യങ്ങൾ പറയുക. കാരണം നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ്, ഒറ്റയ്ക്കല്ല. നമ്മുടെ എണ്ണം കൂടുതലാണ്. ഒന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ മാത്രം മതി. ഈ അടിമത്തം 77 കൊല്ലത്തെ ഈ അടിമത്തത്തിൽ പണ്ട് 3000 വർഷങ്ങളുള്ള അടിമമാണ്. ആ അടിമത്തിൽ നിന്ന് നമുക്ക് ജീവിക്കാനായിട്ട് വെറും 1 മാസം മതി. പ്ലീസ് വേക്ക് അപ്പ്.